നമസ്കാരം. ഞാൻ ഇന്ന് നമ്മളുടെ ഒരു ക്ഷമ ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് ഒരു രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയത്തിന് നമുക്ക് ക്ഷമ എന്ന ഒരു മഹത്തരമായൊരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലെങ്കിൽ ക്ഷമ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മളുടെ ടൈം വേസ്റ്റ് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുകയാണ്, ഫുഡ് വരാൻ വൈകിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലൊരു ക്ഷമയുണ്ടാകും. ഒരു റെയിൽവേ ക്രോസിൻ്റെ ഇടയ്ക്ക് ചെന്ന് ക്രോസ് അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ നഷ്ടപ്പെടും. ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷമ ഉണ്ടാകും. ഇതുപോലുള്ള ഒരു നോർമലായിട്ടുള്ള കുറേ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുത്തു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുമായിട്ടുള്ളൊരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, പോര്, വിദ്വേഷം, ഇതൊക്കെ എല്ലാം നമ്മളുടെ ഉള്ളിൽ പക, ദേഷ്യം, ഇങ്ങനെയുള്ള ക്യാരക്ടർ വരും. അപ്പോൾ ഇതിനോടൊക്കെ എല്ലാം നമുക്ക് ക്ഷമിക്കാൻ ഓരോ നിമിഷവും നമ്മൾ പഠിക്കാൻ തുടങ്ങണം, അല്ലേ? അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഉണ്ടാകുന്ന എല്ലാ കാര്യത്തോടും നമ്മൾ ക്ഷമിക്കണം. നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടാതെ വരുമ്പോൾ, മഴ പെയ്തു, ഡിസ്റ്റർബൻസ് ആണ്, അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമിക്കണം ഈ പ്രപഞ്ചത്തിനോട്, എല്ലാത്തിനോടും. എല്ലാ കാര്യങ്ങളും അങ്ങനെ ക്ഷമ പരിശീലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമസ്കാരം. ഞാൻ ഇന്ന് നമ്മളുടെ ഒരു ക്ഷമ ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ് ഒരു രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയത്തിന് നമുക്ക് ക്ഷമ എന്ന ഒരു മഹത്തരമായൊരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലെങ്കിൽ ക്ഷമ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മളുടെ ടൈം വേസ്റ്റ് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളെവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുകയാണ്, ഫുഡ് വരാൻ വൈകിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലൊരു ക്ഷമയുണ്ടാകും. ഒരു റെയിൽവേ ക്രോസിൻ്റെ ഇടയ്ക്ക് ചെന്ന് ക്രോസ് അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ നഷ്ടപ്പെടും. ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷമ ഉണ്ടാകും. ഇതുപോലുള്ള ഒരു നോർമലായിട്ടുള്ള കുറേ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുത്തു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുമായിട്ടുള്ളൊരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, പോര്, വിദ്വേഷം, ഇതൊക്കെ എല്ലാം നമ്മളുടെ ഉള്ളിൽ പക, ദേഷ്യം, ഇങ്ങനെയുള്ള ക്യാരക്ടർ വരും. അപ്പോൾ ഇതിനോടൊക്കെ എല്ലാം നമുക്ക് ക്ഷമിക്കാൻ ഓരോ നിമിഷവും നമ്മൾ പഠിക്കാൻ തുടങ്ങണം, അല്ലേ? അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഓരോ നിമിഷവും ഉണ്ടാകുന്ന എല്ലാ കാര്യത്തോടും നമ്മൾ ക്ഷമിക്കണം.